ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തേഴ്സ്ഡേ ദിവസത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തേഴ്സ്ഡേ രാവിലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കട്ടിങ്ങിലാണ് കേട്ടോ ആദ്യം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ആദ്യക്കൂട്ടിന് മാത്രമേ ഇന്നത്തെ ലഞ്ച് ബോക്സ് വേണ്ടിയിരുന്നുള്ളൂ. അജുവേട്ടന് ഇന്ന് ഓഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ആദ്യമേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച ശേഷം പപ്പയ്യായിരുന്നു കേട്ടോ ഇന്ന് ഫ്രൂട്ട്സ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ശേഷം ആദ്യം തന്നെ മാവ് എടുത്ത് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തലേ ദിവസം വൈകുന്നേരം നമ്മൾ എന്താ പറയുക അരച്ചു വെച്ച മാവാണെങ്കിൽ പോലും പുളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചുടുവെള്ളത്തിൻ്റെ ആവിയൊക്കെ കയറ്റിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പ് കാരണമാണ്, ഭയങ്കര തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് മാവ് പുളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ശരി, നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ, അപ്പോൾ ദോശ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ശരിയെന്നും പറഞ്ഞിട്ട് അതേ മാവ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ. രാവിലെ കഴിക്കാനിരുന്നപ്പോഴാണ്, ആദ്യം കഴിച്ചപ്പോഴും അവൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് കഴിക്കാനിരുന്നപ്പോഴാണ് മനസ്സിലായത് അയ്യോ ഉപ്പിട്ടുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ ആദ്യക്കൂട്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള 2 വെറൈറ്റി ദോശ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ദോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വന്നിട്ട് ആദ്യക്കുട്ടനുള്ള പൊടി ദോശയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കർണാടകക്കാരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സ്റ്റൈലിൽ ദോശ നമ്മൾ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ലാസ്റ്റ് 2 സൈഡ് ഒന്ന് മുരിഞ്ഞ് വന്ന ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഇല്ലേ, ഇഡ്ഡലിപ്പൊടി തൂക്കി കൊടുക്കുന്ന അങ്ങനത്തെ പൊടി ദോശയായിരുന്നു കേട്ടോ ഒന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് തലേ ദിവസത്തെ ചമ്മന്തി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചമ്മന്തി തികയില്ല എന്നുള്ളതുകൊണ്ട് ആദ്യം കൊണ്ട് അത് മാത്രമല്ല കേട് വരും കേട്ടോ. അവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തലേ ദിവസത്തെ ചമ്മന്തി ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ മെനക്കെടുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഒരു പിന്നെ അവനൊരു ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുപോലെ ചോക്ലേറ്റ് ദോശ, ഹെർഷെയ്സിൻ്റെ സിറപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സാധാരണ ഹെർഷെയ്സിൻ്റെ സിറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശരി എന്തായാലും നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഡയറി മിൽക്കൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ കുറേ നമ്മൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജ് ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. കാരണം ഇപ്പം ഒരു 50-75% കുറച്ച് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ അവസ്ഥയാവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് ലഞ്ച് ബോക്സ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സിൽ. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുണി അലക്കാൻ പോയിട്ട് ഒരുപാട് തുണി ഉണ്ടായിരുന്നു. നമ്മുടെ വാഷിംഗ് മെഷീനിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടല്ലോ വെള്ളം പോകുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെമി വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അജുവേട്ടൻ അത് ഊരിയിട്ടൊക്കെ നോക്കിയപ്പോൾ കുറേ കോയിൻസ് കിട്ടി അതിനകത്തുനിന്ന്. അത് അടഞ്ഞു കിടന്നിട്ടായിരുന്നു വെള്ളം പോകാതിരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഇവർ ഒന്നും ചെക്ക് ചെയ്ത് കഴുകാനിടും, ഞാനും ധൃതി വെച്ചിട്ട് ശ്രദ്ധിക്കാതെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് മെഷീനിലിടും. അങ്ങനെ കുറേ കോയിൻസ് അടഞ്ഞു കിടന്നിട്ടുള്ള പ്രശ്നമായിരുന്നു. എന്തായാലും ശരി, ആളതൊക്കെ ഒന്ന് ഊരിയെടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ ഒരു ആശ്വാസമായിട്ടോ. വെളിയിൽ ആളെ വിളിച്ചിട്ട് പൈസ കളയണ്ടാത്ത രീതിയിൽ നമുക്ക് കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ട് ഇതിനിടയ്ക്ക് നമ്മൾ കുറേ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പുതിയ വീട്ടിലേക്ക് നമ്മൾ മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കുറേ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരു ദിവസം ദിവസം അയച്ച് നമുക്ക് അടുത്ത് തന്നെ ഒരു ദിവസം ഹോം ടൂർ ഞാൻ ചെയ്യാം കേട്ടോ. മൊത്തത്തിലൊന്ന് സെറ്റ് ആയ ശേഷം ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു വാരി തുടച്ച് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രീൻ കാർപ്പറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പുൽപ്പായുടെ കൂട്ട്, പുല്ലിൻ്റെ കൂട്ടുള്ള കാർപ്പറ്റ്, അതൊക്കെ വിരിച്ച് സെറ്റാക്കി അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ആ തിരക്കിൽ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനായിരുന്നു. അജുവേട്ടൻ ഓഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ലഞ്ച് കൊണ്ടുകൊണ്ടാത്തതുകൊണ്ട് സമാധാനത്തോടെ കേട്ടോ ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഗ്യാസ് പോലും കത്തിക്കാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കറി, ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നമ്മൾ കുറേ പേര് റീൽസിലൊക്കെ കണ്ടു കാണൂലേ. അപ്പോൾ ഇന്ന് ഞാനും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ നമ്മൾ നുള്ളി എടുത്തിട്ട് അതൊക്കെ കൂടെ കഴുകിയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൂടെ നല്ല വെള്ളമുള്ളതുകൊണ്ട് ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഞാൻ വേഗം അരി കഴുകി എടുക്കുന്നുണ്ട്. അപ്പം ഞാനും അജുവേട്ടനും ആദ്യക്കൂട്ടനും ഞങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ബാക്കി വൈകിട്ട് ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളൊരു കാൽക്കുലേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഒരു നമ്മുടെ ഈ മണ്ണിൻ്റെ ഒരു ഗ്ലാസ് വരും കേട്ടോ, ഇവിടെ ചായക്കൊക്കെ കിട്ടുന്ന മട്ക്കി ചായ എന്നൊക്കെ പറയും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് നമ്മൾ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. അതിൻ്റെ ഒരു അളവിലേട്ടോ ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ ഒരു 2 ഗ്ലാസോളം എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടി ഗ്ലാസ്സാണ് കേട്ടോ അത്. അപ്പോൾ അതിലൊരു 2 ഗ്ലാസോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡിൻ്റെ ഒരു കൺട്രോൾ ആയതുകൊണ്ട്, അതായത് ചോറ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ആയതുകൊണ്ട് നമുക്ക് അത്രേ വേണ്ടൂ.
ചെറിയ കുട്ടി ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകി മാറ്റിയ ശേഷം ഉണ്ടല്ലോ, ഇനി എനിക്ക് വലിയൊരു ടാസ്ക് എന്ന് പറയണത് ഈ അരി കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 വിസിൽ വെച്ചാലും അത് വേവില്ല കേട്ടോ. ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പൊന്തിപ്പോവും. അതുപോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കുക്കറിനൊരു കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നുകൊണ്ട് കാണിക്കണം കുക്കറെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നാളെ ബറോഡയ്ക്ക് പോകുന്നുണ്ട്, ഫ്രൈഡേ. അപ്പോൾ നമ്മൾ അന്ന് കൊണ്ട് കാണിക്കാമെന്നൊരു കാൽക്കുലേഷൻ വെച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ എപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്ന അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എന്താണ് കുക്കറിൻ്റെ കംപ്ലയിൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് സൈഡിലൂടെ ഇങ്ങനെ നമ്മുടെ വാഷറിൻ്റെ ആ വെളിയിൽ കൂടെ ഒരു കുഞ്ഞ് ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഹോളിൽ കൂടെ എയർ വെളിയിൽ വരിക. അതുകൊണ്ട് വിസിൽ മര്യാദയ്ക്ക് വരില്ല. അവിടെ കത്തി വെച്ച് അമർത്തി കൊടുത്താലേ വിസിൽ മേളിലോട്ട് വരുള്ളൂ. മേളിൽ വിസിലിൻ്റെ അതിൽ കൂടെ ഉണ്ടല്ലോ വെള്ളം വെളിയിൽ ചാടുക. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റുകളുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 8 വിസിൽ വെച്ചു. എന്നിട്ട് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴും ചോറ് വെന്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്തായാലും ഇത് ആകാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയം കൊണ്ടുണ്ടല്ലോ, ഞാൻ വേഗം നമ്മുടെ ഉള്ളിയൊക്കെ നേരാക്കി സവാളയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ അടുപ്പ് പോലും കത്തിക്കാത്ത രീതിയിലുള്ള ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് ഈ ഉള്ളി സവാള നേരാക്കി എടുക്കുന്നുണ്ട്. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്കിലും നാളെ ഉച്ചയ്ക്കിലും, അതായത് നാളെ ഏകാദശി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോൻ്റെ പിറ്റേ ദിവസം ഏകാദശി ആട്ടോ, വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പോൾ അത് കാരണം ആദ്യം വ്രതം എടുക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനും വ്രതം എടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അജുവേട്ടന് മാത്രം ഒരു പിറ്റേ ദിവസത്തേക്ക് ഉച്ചയ്ക്ക് മാത്രമേ നമുക്ക് വേണ്ടൂ. പിന്നെ നമ്മൾ ബറോഡയിൽ പോയി കഴിഞ്ഞാൽ 3-4 ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ദിവസം നമുക്ക് പിന്നെ ഒന്നും വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി വന്നതിനെ കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അജുവേട്ടൻ എന്തായാലും ഇത് ഇഷ്ടമായിട്ട് ആൾ തന്നെയാണ് കണ്ടിഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്കലത്തേക്കും കൂടെ അജുവേട്ടനാവും എന്നുള്ളൊരു കാൽക്കുലേഷനിലായിരുന്നു ഞാനത് ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷേ അവസാനം സംഭവിച്ചത് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം സംഭവിച്ചത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു വൈകുന്നേരവും എന്താ പറയുക അതേപോലെ ചോറ് മതി, ഈ കറി മതി എന്ന് പറഞ്ഞിട്ടോ. അത്രയ്ക്ക് ഇഷ്ടമായ ആൾക്ക്. പെട്ടെന്നൊന്നും ആൾക്ക് അങ്ങനെ ഒന്നും ഇഷ്ടാവുന്നതല്ല കേട്ടോ. അപ്പോൾ ഇത് ആൾ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അയച്ചെന്ന റെസിപ്പി ആയതുകൊണ്ടും ആൾക്ക് നന്നായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന്. അപ്പോൾ ഞാൻ ഉള്ളി മുറിച്ച് കഴിഞ്ഞിട്ട് ഒപ്പം നമ്മൾ ബ്രിഞ്ചാളുണ്ട്, അതായത് വഴുതിനങ്ങയുടെ ഫ്രൈ ഉണ്ടാക്കുക, വഴുതിനങ്ങ പൊരിക്കുക എന്ന് പറഞ്ഞിട്ട് വഴുതിനങ്ങയും കൂടി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് മുന്നോട്ടും വീഡിയോസ് ഇടാനുള്ള, നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്നും അതുപോലെ തന്നെ മുന്നോട്ടും നമുക്ക് വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനമാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ റിക്വസ്റ്റ് മനസ്സിലാക്കി നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിനനുസരിച്ച് എന്നാലേ എൻ്റെ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് വീണ്ടും അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സംസാരിച്ചിട്ടിടയിൽ നമ്മൾ റെസിപ്പിയുടെ കാര്യം മറന്നുപോയി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബ്രിഞ്ചാൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് കോട്ടാവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കേണ്ട. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ മറ്റേ ഇരുന്നൊന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളൊന്ന് സൈഡിൽ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു റെസിപ്പിയുടെ നമ്മൾ പകുതിയോളം ആയിട്ടോ, അതായത് ഒരു കറിയുടെ പകുതിയോളം പ്രിപ്പറേഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് കറി നമ്മൾ ഗ്യാസ് പോലും കത്തിക്കാത്ത കറി എന്ന് പറയണത് നമ്മുടെ എന്താ പറയുക സലാഡും അല്ല, ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പുതിനയും മല്ലിയിലയും ഓരോ കെട്ട്, അതായത് ചെറിയൊരു ബഞ്ച് വരില്ലേ, ഓരോ ബഞ്ച് മല്ലിയിലയും പുതിനയിലയും ഞാൻ നമ്മൾ നുള്ളിയെടുത്തിട്ട് തണ്ട് കളഞ്ഞ് നുള്ളിയെടുത്തിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതൊന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകാതിരിക്കാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന മറ്റുള്ള ഇൻഗ്രീഡിയൻസിനെക്കാട്ടിലും ഒരു പൊടിക്ക് കൂടുതലായിരിക്കണം നമുക്ക് തൈരിൻ്റെ അളവെന്ന് പറയണത്. അപ്പം ഞാനിത് ഞങ്ങളിനി ബറോഡയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ മല്ലിയിലയും പുതിനയിലയും എല്ലാം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയത്. അപ്പോൾ 2 പർപ്പസ് ഉണ്ട്. ഒന്ന് ഇതെല്ലാം കൂടെ ചീത്തയായി പോവില്ല നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് അജുവേട്ടന് പിറ്റേ ദിവസത്തേക്കും കൂടെ ഉണ്ടാവുന്നുള്ളൊരു ആ ഒരു കാൽക്കുലേഷൻ വെച്ചാട്ടോ ഞാൻ ഇത്രയൊക്കെ ചേർക്കണമെന്ന്. നിങ്ങളിങ്ങനൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ, പാകത്തിന് ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 2 ദിവസത്തിനൊക്കെ വെക്കുകയാണെങ്കിൽ മാക്സിമം ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കുന്നതാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഞാനിത് അരച്ചപ്പോൾ വലിയ ജാറിൽ ഒറ്റയടിക്ക് നമ്മൾ പറയില്ലേ എന്താ പറയുക, പിശുക്കിന് ഇരട്ടി ചിലവ് അല്ലെങ്കിൽ മടിയൻ മല ചുമക്കുന്നൊക്കെ പറഞ്ഞ പോലെ ഞാനത് ഒറ്റയടിക്ക് അരച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ അത് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും അരയുണ്ടായിരുന്നില്ല വലിയ ജാറിൽ. അവസാനം എനിക്ക് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് ലിക്വിഡ് ആയി പോവുകയും ചെയ്തു കേട്ടോ എൻ്റെ ഈ പറഞ്ഞ പോലെ അരപ്പ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരുപാട് ലിക്വിഡ് ആക്കാതെ അരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെള്ളം ചേർക്കാതെ അരച്ച് കുറച്ച് 2-3 ദിവസം നിൽക്കുകയും ചെയ്യും. അതുപോലെ അതിനകത്ത് ലിക്വിഡായിട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു തിക്ക് ഗ്രേവി പോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പക്ഷെ നല്ല ടേസ്റ്റിന് കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഞാൻ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. അതായത് എന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് അരച്ചെടുത്ത ശേഷം ഉണ്ടല്ലോ, ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. 1 കപ്പോളം തൈര് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 1 കപ്പിൽ കൂടുതലായാലും അത്രയും നല്ലതായിരിക്കും കേട്ടോ. കാരണം പുതിനയുടെയും മല്ലിയിലയുടെയും ഒന്നും ടേസ്റ്റ് അധികം വരില്ല, അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു 1-1.5-2 കപ്പോളം വേണമെങ്കിൽ തൈര് എടുത്തോളൂ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്തെടുത്ത തൈരിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പുതിന, മല്ലിയില ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുക. ഒപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉപ്പ്, ജീരകപ്പൊടി, തൈര്, അതുപോലെ ലെമണാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ അടുത്ത് ലെമൺ ജ്യൂസ്, പക്ഷേ എൻ്റെ അടുത്ത് ലെമൺ ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസിന് പകരം നമ്മുടെ ഡ്രൈ മാംഗോ പൗഡറില്ലേ അതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈ മാംഗോ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടി, അതുപോലെ ലെമൺ ജ്യൂസ്, പിന്നെ അതുപോലെ തൈര്, പിന്നെ നമ്മുടെ പുതിന, പച്ചമുളക്, മല്ലിയില അരച്ച കൂട്ട്, അതിലേക്ക് നമ്മൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുമ്പോൾ നമുക്കത് ഒറ്റയായിട്ട് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ നമ്മൾ സവാള അതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അജുവിനോട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ആൾ ഇച്ചിരി തൈര് കുറവാണെന്ന് പറഞ്ഞാൽ നല്ല സംഭവം അടിപൊളിയായിട്ട്, പക്ഷേ തൈര് ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മല്ലിയിലയും പുതിനയിലയുടെയും ഒക്കെ ആ ഒരു മിക്സ് ഭയങ്കര കൂടുതലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ അജുവേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം നമ്മളത് ചോറ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒട്ടും വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം വാങ്ങിച്ച അരി ഭയങ്കര പറ്റിക്കലായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ ഈ പ്ലാസ്റ്റിക് അരിയാണെന്നൊക്കെ പറയണ പോലെ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ആയിപ്പോയി ഈ അരി. ഞാൻ എന്നിട്ട് വീണ്ടും നമ്മൾ വിസിൽ വെച്ചിട്ട് കുറേ നേരം വീണ്ടും ഒരു 8 വിസിലോളം വെച്ചെടുത്ത ശേഷമാണ് പിന്നെ ചോറ് വെന്തത് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വേവുമ്പോൾ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എങ്ങനെയാണോ നമുക്ക് ആ ഒരു ഹാർഡായിട്ടുള്ള ചോറ് ഇരിക്കുന്നത് എന്ന പോലെ ഹാർഡ്നെസ് ആണ് ചോറിൽ ഫീൽ ചെയ്യണം കേട്ടോ. ഇതുപോലൊരു മണ്ടത്തരം എനിക്കിനി പറ്റാനില്ല. ഇനി എന്തായാലും നമ്മൾ ഈ അരി വാങ്ങിക്കുന്ന പരിപാടിയേ ഇല്ല. രാവിലെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേത് ബിരിയാണി അരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും റൈസ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്, ഇവർക്ക് എന്തെങ്കിലും വെറൈറ്റി റൈസ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഇപ്പം നമ്മുടെ അടുത്ത് ബിരിയാണി റൈസ് കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 3-4 ദിവസം നമ്മൾ വെക്കേഷന് പോവുകയാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അതിനൊന്നും മെനക്കെടാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക,
പോയി വന്ന ശേഷം ബിരിയാണി റൈസ് വാങ്ങിച്ചാൽ നമുക്കിനി മുന്നോട്ട് ഇവർക്കൊക്കെ നമുക്ക് എന്താ പറയുക ലഞ്ച് ബോക്സിനൊക്കെ എനിക്ക് എളുപ്പമാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ റൈസ് കട്ടിങ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പണ്ടത്തെ പോലെ ഒരുപാട് റൈസ് വേണമെന്നില്ല കേട്ടോ. ഒരു കപ്പ് നമ്മൾ റൈസ് എടുക്കുന്ന സാധാരണ ഒരു വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റൈസ് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരു സമയത്തേക്കുള്ള റൈസ് ആവും കേട്ടോ. അതുകൊണ്ട് നമുക്കതിന് ഒരു വലിയ നഷ്ടം വലിയ ചിലവെന്ന് പറയാൻ പറ്റില്ല ബിരിയാണി റൈസ് വാങ്ങിച്ചാലും. അതുമാത്രമല്ല നമ്മളെപ്പോഴും കോസ്റ്റ് നോക്കിയിട്ട് ബിരിയാണി റൈസിൽ ഏറ്റവും വില കുറവുള്ള റൈസാണ് വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലും വലിയ ബഡ്ജറ്റ് അങ്ങനെ വരാറില്ല മാക്സിമം. അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ചോറ് വീണ്ടും വിസിൽ വെച്ചിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. കാരണം അപ്പം കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. അല്ലാതെ ഒരുപാട് നമ്മളിങ്ങനെ കൂടി പാത്രം കിടക്കുമ്പോൾ പിന്നെ നമുക്കത് കഴുകാൻ ഭയങ്കര മടിയായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ തണുപ്പും കൂടെ ഉള്ള സമയമായതുകൊണ്ട് ഭയങ്കര പാടാണ്. വെള്ളത്തിൽ കൈയിടുക പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ കൊല്ലുന്നതിന് തുല്യമാണ്. അത്രയ്ക്ക് സങ്കടം എനിക്ക് വെള്ളത്തിൽ കൊണ്ട് കൈയിടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റിയെടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചോറിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് കണ്ടില്ലേ നിങ്ങൾ, എന്താ സൈഡിൽ കൂടെ കണ്ടോ ഈ എയർ പോകുന്ന പോലെ പോകണ കണ്ടോ. ഇതാണ് പ്രശ്നം. നമ്മൾ വിസിൽ വരുമ്പോൾ അത് കൂടെ എയർ പോകുന്ന കാരണം മേളിൽ വെയിറ്റ് കൂടെ വിസിൽ പോവില്ല. അപ്പം ഞാൻ കത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് കുത്തി കൊടുക്കുമ്പോൾ പ്രഷറിലല്ല വാഷറിൽ കുത്തി കൊടുക്കുമ്പോൾ മേളിൽ കൂടെ എയർ പോവും. അപ്പോഴേ വിസിൽ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വിസിൽ അവിടെ തടഞ്ഞു നിന്നിട്ടുണ്ട്. നമുക്ക് വിസിൽ വരാൻ ഭയങ്കര പാടാണ്. വെള്ളമാണെങ്കിൽ മേളിൽ കൂടെ കൊടകൊടാന്ന് വന്നിട്ട് അവിടെയൊക്കെ വൃത്തികേടായിരിക്കും. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് എന്തായാലും അതൊക്കെ നമ്മൾ അരി വാങ്ങി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് നമ്മുടെ തുണി നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് അടുത്തത് നമ്മുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായി നമ്മൾ മെഷീനിൽ വെള്ളം പോകാത്ത കൊണ്ട് 2-3 ദിവസമായി നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു. വീട് ഷിഫ്റ്റ് ചെയ്ത ശേഷം നമ്മൾ തുണികൾ നമ്മുടെ എന്താ പറയുക ഉടുക്കാനുള്ള തുണികളൊക്കെ നമ്മൾ കബോർഡിൽ നിന്നൊക്കെ എടുത്ത് മടക്കിയിട്ട് നമ്മൾ അതിനകത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബെഡ്ഷീറ്റുകളൊക്കെ തറയിൽ കൊണ്ട് വെച്ച കാരണം ഉണ്ടല്ലോ ഭയങ്കര പൊടിയും ഇതൊക്കെ പിടിച്ച് നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബെഡിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ള ഒരു എയിമാട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ശരി, വേഗം നമ്മളത് ബാസ്ക്കറ്റ് കൊണ്ടിട്ട് ഉള്ളിൽ കൊണ്ട് വെച്ചു ബാത്റൂമിൻ്റെ അടുത്തുള്ള റൂമിൽ. അപ്പോൾ എന്താണ് നമ്മൾ എളുപ്പം കുളിച്ച് കഴിയുമ്പോൾ വേഗം തുണികളൊക്കെ അതിൽ കൊണ്ടിടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം അങ്ങനെ പ്രശ്നം വരില്ല. ഒരുപാട് ദിവസം നമ്മൾ അവിടെ കിടക്കില്ല തുണികൾ. ഇത് അവിടെ കിടക്കുമ്പോഴല്ലോ ഭയങ്കര പാടാണ്. ഓരോന്ന് തപ്പിയെടുത്ത് നമ്മൾ തുണി കഴുകുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വേഗം ഫസ്റ്റത്തെ റൗണ്ടത്തെ തുണിയൊക്കെ നമ്മൾ ഡ്രയറിലിട്ട തുണിയൊക്കെ എടുത്ത് ഉണങ്ങാനിട്ട് അടുത്ത റൗണ്ട് മെഷീനിൽ തുണി ഇട്ട ശേഷം വന്നിട്ട് വേഗം ഞാൻ വിചാരിച്ചു പപ്പടം ഫോണിൽ ചാർജ് കഴിയാറായപ്പോൾ ഞാൻ വെച്ചു വേഗം പപ്പടം ഒന്ന് പൊരിച്ച് വയ്ക്കാം. 2 പപ്പടം വീതം കേട്ടോ, 6 പപ്പടം എടുത്ത് പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പപ്പടം പൊരിച്ച് വയ്ക്കുക. ഇത് ചില സമയങ്ങളിൽ നമ്മുടെ നാടൻ പപ്പടം നമുക്കൊരു വല്ലാത്തൊരു വികാരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഞാൻ തൊട്ട് നോക്കാത്തൊരു സാധനമായിരുന്നു പപ്പടം എന്ന് പറയണത്. എനിക്കും ആദ്യക്കൂട്ടനും ഈയിടെയായിട്ട് പപ്പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് വയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ എൻ്റെ ശബ്ദത്തിനൊരു അടപ്പ് വരുന്നുണ്ട്. ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളും ക്ലൈമറ്റൊക്കെ കൊണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇടയ്ക്ക് ശബ്ദത്തിലൊരു വേരിയേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയിലാണ് നമ്മൾ പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ പോലും എൻ്റെ കണക്ക് പ്രകാരം എന്താ പറയുക ഈ എണ്ണ ഇത്തിരി കൂടുതൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരുപാട് എണ്ണ അങ്ങനെ നമ്മൾ ഫുള്ള് ചീഞ്ചട്ടിയിൽ നിറയെ ഒഴിച്ചിട്ട് നമ്മൾ പൊരിക്കണ പോലെ ഒന്നും പൊരിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മുടെ വഴുതിരിങ്ങ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ വഴുതിരിങ്ങ ഒന്ന് പൊരിച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇടയിൽ കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ കുക്കുംബർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫുഡിൻ്റെ ഇതിൽ നമ്മൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും, അതായത് കുക്ക്ഡ് ആവാത്ത വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സ് കുറച്ചെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പപ്പയ ആണ് ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ പോണത് അയ്യപ്പ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബറോഡയിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശരീരത്തിൽ ആ പപ്പയുടെ ഹീറ്റ് തട്ടുമ്പോൾ എനിക്ക് പീരിയഡ്സിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എളുപ്പം പീരിയഡ്സ് ആവുന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എന്താണെന്നറിയില്ല, ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പായ. ഞാൻ ഒരുപാട് കഴിക്കാറുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ ഗ്ലോ കിട്ടാനും സ്കിന്നിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് പപ്പായ. ഡെയിലി കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ആണെങ്കിൽ പോലും ഒരു പരിധി എന്നല്ല, എനിക്ക് പപ്പയ കഴിച്ചു കഴിഞ്ഞാൽ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്ത ശേഷം എനിക്ക് ഭയങ്കര എന്താ പറയുക, ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ ഗാൽ ബ്ലാഡർ എന്നൊക്കെ പറയും, എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് ഏതാന്ന്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ആസിഡിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പയ കഴിച്ചിന് അപ്പോൾ വയറുവേദന എടുക്കും, സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. എന്നാൽ പോലും ഒരു കഷ്ണമൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ ഈ പീരിയഡ്സിൻ്റെ ഒരു പ്രശ്നം പെട്ടെന്ന് ആവുന്നുള്ളതുകൊണ്ട് ഞാനും ഉത്സവം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കും നമ്മൾ ഒരു കോൺസെൻട്രേഷൻ ഉള്ളത് കാരണം ഞാൻ കഴിച്ചില്ല കേട്ടോ. ആദ്യക്കുട്ടിനും അജുവേട്ടനും മാത്രം കൊടുക്കണ്ടായിരുന്നു. പകുതിയെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ പപ്പയ. ബാക്കി പകുതി ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ബറോഡയ്ക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു, ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നാളെ ഏകാദശി ആയതുകൊണ്ട് മമ്മിക്കും കഴിക്കാൻ പറ്റും, എനിക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും മമ്മിക്ക് കഴിക്കാൻ പറ്റും. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പിന്നെ പപ്പയ്ക്കാണെങ്കിലും ഹാർട്ടിനൊക്കെ നല്ലതാണ്. കാരണം പപ്പയ്ക്ക് അറ്റാക്ക് കഴിഞ്ഞ ആളായിരുന്നു അജുവേട്ടൻ്റെ പപ്പയ്ക്ക്. അപ്പോൾ ഡോക്ടേഴ്സ് വരെ പറഞ്ഞത് ഡെയിലി പപ്പായ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ്. പിന്നെ ഡൈജഷനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളും എല്ലാവരും പപ്പായ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ലഞ്ചും നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ച്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നതായിരിക്കും. ടെറ്റോ ബേസ് ചെയ്യൂ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.